നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇത്തവണയും ഹജ്ജ് നടത്താൻ സൗദി ഭരണകൂടം തീരുമാനിച്ചു. സൗദിക്കകത്തെ താമസക്കാരായ സ്വദേശികൾക്കും വിദേശികൾക്കും ഹജ്ജിൽ പങ്കെടുക്കാം. ഹജ്ജിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ചടങ്ങുകൾ ക്രമീകരിക്കുമെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് സുപ്രധാന തീരുമാനമെടുത്തത്. അന്താരാഷ്ട്ര വിമാന വിലക്ക് നിലനിൽക്കുന്നതിനാലും കോവിഡ് സാഹചര്യത്തിലും വിദേശത്ത് നിന്ന് തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജിന് അവസരമുണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ സൗദിക്കകത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ഹജ്ജിൽ പങ്കെടുക്കാൻ സാധിക്കും. നിശ്ചിത എണ്ണം പേർക്ക് മാത്രമായിരിക്കും ഹജ്ജിൽ പങ്കെടുക്കാനുള്ള അനുമതി. ഇതിന്റെ നടപടിക്രമങ്ങൾ മന്ത്രാലയം പ്രഖ്യാപിക്കും. സൗദിയിൽ താമസിക്കുന്ന വിവിധ രാജ്യക്കാരായ ചുരുക്കം പേർക്ക് മാത്രമാകും പങ്കെടുക്കാൻ അവസരമെന്നാണ് മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ആരോഗ്യകാര്യങ്ങൾ പരമാവധി ശ്രദ്ധിച്ചും മുൻകരുതലുകൾ പാലിച്ചുമായിരിക്കും ചടങ്ങുകൾ നടക്കുക. സുരക്ഷയും സംരക്ഷണവും സാമൂഹിക അകലവും ഉറപ്പുവരുത്തുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകം കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ മുഴുവൻ തീർത്ഥാടകരെയും പങ്കെടുപ്പിച്ച് ഹജ്ജ് നടത്തുക എന്നത് പ്രയാസകരമാണ്. ഇതേ തുടർന്നാണ് രാജ്യത്തിനകത്തുള്ള തീർത്ഥാടകരെ മാത്രം പങ്കെടുപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. രോഗവ്യാപന സാധ്യതയും സാമൂഹിക അകലം പാലിക്കാനുള്ള പ്രയാസവും വലിയ ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. സമൂഹ സുരക്ഷ കണക്കിലെടുത്ത് കോവിഡ് കാലത്ത് ഉംറയും സിയാറത്തും നിർത്തിവെച്ചിരുന്നു. മക്ക, മീന, മുസ്ദലിഫ, അറഫ എന്നിവിടങ്ങളിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കാറ്. ഈ ഓരോ ഇടങ്ങളിലും 30 ലക്ഷത്തിലേറെ പേർക്ക് സംഗമിക്കാവുന്ന സൗകര്യവുമുണ്ട്. ഇതിനാൽ നിശ്ചിത എണ്ണം ഹാജിമാർ എത്തുന്ന ചടങ്ങിന് രോഗപ്രതിരോധ സാഹചര്യങ്ങളോടെ ക്രമീകരണം എളുപ്പവുമാണ്. പുറമെ ആരോഗ്യ പ്രവർത്തകരുടെ ക്രമീകരണവും ഉണ്ടാവും. ഹജ്ജിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെയുള്ള കർമ്മങ്ങളാകും ഇത്തവണയും ഉണ്ടാവുക എന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.